KRS മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സംഗീതമായിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ ഈ പരിപാടിക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് സന്തോഷം. സാർ, കഴിഞ്ഞ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞാൽ അത് KRS സാർ തന്നെയാണ്. പക്ഷേ എങ്കിലും ചോദിക്കണമെന്ന് തോന്നുന്നത് കഴിഞ്ഞ ഒരു 3-4 സിനിമകൾ സാറിൻ്റെ വർക്കായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി സാർ അല്ല, ഞാൻ ആശാന്റെ ടീമിൻ്റെ ഒരു ആളാണ്. അത് ഈ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ്മാൻമാരെ എല്ലാ കളിക്കും സെഞ്ചുറി അടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഡെക്കായിട്ടാവും, ചിലപ്പോൾ സെഞ്ചുറി അടിക്കും. എല്ലാ കളിക്കും സെഞ്ചുറി അടിക്കാന്നുള്ളതാണ് പറ്റത്. അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് 3 കളിയൊക്കെ അടുപ്പിച്ച് തക്കാവുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. സാർ, ഞാൻ വേറെ ചോദിച്ചില്ലേ സാർ, ഇപ്പോൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാം. അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരവസ്ഥ? അല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, എൻ്റെ കഴിഞ്ഞ കുറച്ച് പടങ്ങൾ ഫ്ലോപ്പായി പോയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എൻ്റെത്. അപ്പോൾ അതിനു വേണ്ട ചേരുവകളെല്ലാം പുതിയ സിനിമയിലുണ്ട്. സാർ, അത് കുറേ നാളായി ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഉടനെ ഉണ്ടാവില്ല സാർ, ഡിലേ എന്താണെന്ന്? അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രൊഡ്യൂസർമാരെല്ലാം വലിയ വലിയ ഹിറ്റ് ഡയറക്ടേഴ്സിന്റെ പുറകെയാണ്. ഇപ്പം എൻ്റെ 3-4 പടങ്ങൾ ടോപ്പായതുകൊണ്ട് പ്രൊഡ്യൂസർമാർ എൻ്റെ പുറകെ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. സാർ, സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും. പുതിയ ടെക്നീഷ്യൻസ് ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് എല്ലാം പുതിയൊരു ടീമിനെ തീർച്ചയായിട്ടും ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പുതിയ ടെക്നീഷ്യൻസിനെ കുറിച്ച് ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരു പുതിയ സന്ദർഭമായിട്ട് പറയുന്നത്. സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു വിജയാശംസകൾ നേരിടും. സാർ, നമ്മുടെ ആശാൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. സ്റ്റേജിലേക്ക് കാണുന്നത് താങ്ക് യു സോ മച്ച്. പക്ഷേ സമയത്ത് വരാമെന്നുള്ള എന്നോട് ഈ ഒരു കമ്പനി കേൾക്കുന്നതാണ്. എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് KRS സാറിനെ അറിയാമല്ലോ. നമുക്ക് വേണമെങ്കിലും ഒന്ന് സ്റ്റേജിൽ കയറി എല്ലാവരും കൈ കാണിച്ചിട്ട് പോകാം. ആ പേര് അമ്പാടി. എന്നാണ് സ്റ്റേജിൽ കയറി നോക്കിയാലോ? എന്തെങ്കിലും പറയാനുണ്ട്? ഒരുപാട് പേര് ആദ്യമായിട്ടാണ് യൂണിറ്റ് ഓഫീസറായിട്ട് വരുന്നത്. ഞാനും ആദ്യമായിട്ടാണ് യൂണിറ്റ് ഓഫീസറെങ്കിലും സന്തോഷം. ശബ്ദം വരുന്നില്ല സാർ, ഒരുപാട് സന്തോഷം. ശബ്ദം കുറിച്ചുള്ള നന്ദി. സാറിന് ആ ഒരു ഗ്ലാമർ, ആ ഒരു വേ ഡ്രസ്, സ്മൈൽ, ഇതൊക്കെ ഭയങ്കര ആരാധകരാണ് സാർ. സാറിൻ്റെ കഴിഞ്ഞ ഒരു 3-4 സിനിമകൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. എന്ത് ചെയ്യാനാണ് സാർ? പൊട്ടിയത് സാർ, ഇതായിരുന്നു സാർ ശിങ്കാരി. ഓക്കെ, ശിങ്കാരിയാണ് സാറിന് കണ്ണാടികൾ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിയാണ് സാർ. സാർ, അടുത്ത് ഇനിയിപ്പോൾ KRS സാറിൻ്റെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പോവാണെന്ന് ഞങ്ങൾ കേട്ടു. അതിനെക്കുറിച്ചൊന്ന് പറയാം സാർ. കഥ കേട്ടു. KRSന്റെ ഒരു ആഗ്രഹമല്ലേ ചെയ്ത കഥ. KRS ഞങ്ങളോട് തിരിച്ചാണ് പറഞ്ഞത്. സോറി, എഴുതി കൊടുത്ത ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. സാർ ക്ഷമിക്കണം സാർ. നമ്മൾ എന്തായാലും നമ്മുടെ റെക്കാർഡിൽ സാർ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അവിടെ ഒരു വലിയ സ്റ്റേജ് ഉണ്ട്. ഒരുപാട് പേര് അവിടെ സാറിനെ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. സാർ, ഞങ്ങൾക്ക് വേണ്ടി സാർ ചെയ്താൽ ഞങ്ങൾക്കൊരു വലിയൊരു ഭാഗ്യമായിരിക്കും. ഒരു റാമ്പ് വർക്ക് ചെയ്തിട്ട് എല്ലാവരെയും ഒന്ന് കൈ കാണിക്കണമെന്ന് ആഗ്രഹമാണ് സാർ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. എന്തിനാണോ? അതെ, സത്യമായിട്ട് എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ബ്ലാങ്കാണ്. ഒന്ന് പരിചയപ്പെടുത്താമോ? അനന്തൻ എന്ത് ചെയ്തു? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. KRSലൊന്ന് കാണാൻ പറ്റും? KRS സാറിനെ കാണാം, പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെന്നോ. ഇത് അങ്ങനെ ഒരു ഇവൻ്റ് അല്ല ബ്രോ. നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം വെച്ച് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ എത്ര പേടിച്ചാൽ നിൽക്കുന്ന അറിയാം ബ്രോ. എന്താ ചെയ്യില്ല? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പക്ഷേ വർക്ക് ചെയ്തിട്ടുണ്ടോ? അതോ
എത്ര ഇല്ല, പുള്ളിയോട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ടേ ആഗ്രഹം കുറെ കൊല്ലായിരുന്നു. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ അതോ ഇത് മാത്രമാണ്? വേറെ ജോലിയൊന്നും ജോലിയും ജോലിയില്ലാത്തവർക്കൊക്കെ പറ്റിയ പണിയാണല്ലോ അസിസ്റ്റന്റ്. നമ്മളൊക്കെ കുറെ കണ്ടുള്ളതാണ്. ഒന്നും പുള്ളി ഒന്ന് കാണാൻ നമ്മൾ കഷ്ടപ്പെട്ട പരിപാടി എന്നറിയാം അസിസ്റ്റന്റ് ആകുന്നുള്ളത്. ഡയറക്ടറിന്റെ ആട്ട് കേൾക്കണം, തുപ്പ് കേൾക്കണം, പല പരിപാടികളാണ്. ആ ഡയറക്ടറെ സന്തോഷിപ്പിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കുട്ടികളെ കുഴപ്പമില്ല, സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ആഗ്രഹമല്ലേ? പിന്നെ ഞാൻ വൈകി പറയാം. KR സാർ കുറച്ച് നേരം മുമ്പോട്ട് പോയിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ സൈഡിലോടൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കാണിച്ച് ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറ്റാൻ പറ്റുമോ ചോദിച്ചോ? പുള്ളി മെരിമോ? ആ തെറ്റാണ്. ചുമ്മാ ചുമ്മാ ചോദിച്ചാൽ അപ്പം തന്നെ എടുത്ത് മറ്റേ എഴുതി തരും കയ്യിൽ. തോന്നി ട്രൈ നോക്കുള്ളൂ. ഇങ്ങനെയൊക്കെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത്. ഞാനത് ഓൾ ദ ബെസ്റ്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആശാൻ ഇഖ്ലാസ് അപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പ്രസിഡന്റാണ്. അങ്ങനെയൊക്കെയാണ് അവര് ആക്കി വെച്ചിരിക്കുന്നത്. മുഖം കണ്ടിട്ട് ആക്കിയതാണോ കഴിവുകൊണ്ട് ആക്കിയതാണോ? അവർക്ക് ഇച്ചിരി മനസ്സിലൊക്കെ ഉള്ള ഒരാൾ വേണമെന്ന് നിർബന്ധമാ. അങ്ങനെ ആക്കിയതായിരിക്കും. എനിക്ക് ഒരുപാട് സന്തോഷം. സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചിന് വന്നതാണോ? സിനിമയിലൊക്കെ ഒരുപാട് പരിചയക്കാരുണ്ടാവുമായിരിക്കും അല്ലേ? ഒത്തിരി പേരുണ്ട്. നേരത്തെ KR സാറിനെ അറിയാം, നമ്മുടെ ഡയറക്ടർ. ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ സംവിധായകനൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? ശരി തരാം. അതെ. കയറ്റി വിടാം. KR സാറുണ്ട്, സൂപ്പർ സ്റ്റാർ കരൺചന്ദ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ ഇതൊക്കെ റീലൊക്കെ ചെയ്യുന്നയാളാ. ഒരുപാട് അത് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര റീൽസ് ചെയ്തിരിക്കുന്നത്, എത്ര ലൈക്സ് അല്ലേ? ലൈഫൊന്നും കിട്ടത്തില്ല. ആരെങ്കിലും കൈ തെറ്റി ഒന്നോ രണ്ടോ വന്നാലേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. ആദ്യത്തെ ഒന്നും നമ്മുടെ തന്നെയാണ് അല്ലേ? എന്നാലും ആശാൻ ഒരുപാട് സന്തോഷം കണ്ടതിൽ, ഒരുപാട് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ മറ്റേ സൂര്യനെ പിടിക്കുന്ന എന്തോ ഒരു റീലിട്ട് അത് ആശാനല്ലേ? അതിട്ടു. പിന്നെ ഞാൻ തന്നെ അതിന്റെ മോളിൽ നിലത്ത് വീണു. പാവാനേക്കറിയാം. എന്തായാലും ആശാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അവിടെ അകത്ത് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പറ്റുമെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലുള്ളവരാ? ഫ്ലാറ്റിലുള്ളവരുണ്ട്. പിന്നെ നമ്മുടെ ആശാൻ എന്ന് പറഞ്ഞ ഇതേ പേര് വേറെ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിനകത്തുള്ളവർ എല്ലാവരും കൂടെ അകത്തിരിപ്പുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും